നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും തൊടുപുഴ താലൂക്ക് വ്യവസായ ഓഫീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ വെച്ച് താലൂക്ക് തല നിക്ഷേപ സംഗമം നടത്തി. NGO യൂണിയന്റെ നേതൃത്വത്തിൽ 4-ന് നടത്തുന്ന ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായി കാഷ്വൽ പാർട്ട് ടൈം ജീവനക്കാരുടെ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് കർഷക യൂണിയൻ കഞ്ഞിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേര കർഷക സംഗമവും കർഷകരെ ആദരിക്കൽ ചടങ്ങും നടത്തി. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയുടെ കൊലപാതകത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന മുൻ വണ്ടിപ്പെരിയാർ SHO TD സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു. അറക്കുളത്ത് യുവ കർഷകരെ ആദരിച്ചു. ഫുഡ് കോർപ്പറേഷൻ ഗോഡൌണിലെ ചുമട്ട് പണിക്ക് ശേഷം ചെയ്ത പച്ചക്കറി കൃഷിയിലൂടെ വൈറലായ ദിനുവിനെയും ബിനുവിനെയുമാണ് കിസാൻ സർവീസ് സൊസൈറ്റി ആദരിച്ചത്. വാർത്തകൾ വിശദമായി. ഇടുക്കി ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും തൊടുപുഴ താലൂക്ക് വ്യവസായ ഓഫീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ വെച്ച് താലൂക്ക് തല നിക്ഷേപ സംഗമം നടത്തി. തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ സാഹിൽ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും തൊടുപുഴ താലൂക്ക് വ്യവസായ ഓഫീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച താലൂക്ക് തല നിക്ഷേപക സംഗമത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിച്ചു. കഴിഞ്ഞ 3-4 വർഷക്കാലമായി ഇടുക്കി ജില്ലയിൽ ഒട്ടനവധി സംരംഭങ്ങൾ തുടക്കം കുറിക്കുവാനും അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചു. അതുകൊണ്ടാണ് ഓരോ ദിവസവും ഓരോ വ്യവസായങ്ങളും സംരംഭങ്ങളും തുടങ്ങുന്നതിനും ജില്ലയിലെ ഇങ്ങോളം ആളുകൾ ഇന്ന് ഒഴിയെടുക്കും. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ വ്യവസായ വകുപ്പ് സംഘടിപ്പിച്ചിട്ടുള്ള 90% പരിപാടിയിലും പങ്കെടുത്തിട്ടുള്ള ഒരു അനുഭവ സംഭവം കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവരെ വെച്ച് യോഗം ചെയ്തു. അതറിയാം, മലയാളികളുടെ മനസ്സിൽ ഒരു വ്യവസായം തുടങ്ങി വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഒരു കാലഘട്ടത്തിൽ വലിയേറെ. ഇടുക്കി ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ സാഹിൽ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം സംരംഭകത്വ സഹായ പദ്ധതിയിലൂടെ 15 സംരംഭകർക്ക് 68 ലക്ഷം രൂപ സബ്സിഡിയായി നൽകിയതായും പുതുതായി സംരംഭം ആരംഭിക്കുന്ന 20 സംരംഭകരുടെ വിവിധങ്ങളായ പ്രോജക്റ്റുകളിലൂടെ 125 കോടിയുടെ നിക്ഷേപം തൊടുപുഴ താലൂക്കിൽ വരുന്നതായും ഉപജില്ലാ വ്യവസായ ഓഫീസർ അറിയിച്ചു. യോഗത്തിൽ വ്യവസായ വകുപ്പ് ESS പദ്ധതിയിലൂടെ സബ്സിഡി ധനസഹായം നൽകിയ സംരംഭകരുടെ സാങ്ഷൻ ലെറ്റർ വിതരണം ചെയ്തു. തുടർന്ന് SBI, ഫെഡറൽ ബാങ്ക്, കാനറ ബാങ്ക്, UBI തുടങ്ങിയ ബാങ്കുകളിലെ ചീഫ് മാനേജർമാർ ബാങ്കിംഗ് ക്രമങ്ങൾ വിശദീകരിച്ചു. KFC വഴി നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ച് ചീഫ് മാനേജർ ഹരീഷ് N. മൂത്തത് വിശദീകരിച്ചു. പുതുതായി സംരംഭം ആരംഭിക്കുന്ന സംരംഭകരുടെ പ്രോജക്റ്റുകൾ ബാങ്ക് മാനേജർ, KFC മാനേജർ തുടങ്ങിയവർ വിശദമായി പരിശോധിച്ച ശേഷം സംരംഭകരുമായി ചർച്ചകൾ നടത്തി. ഇടുക്കി ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ ജോസ് ജോർജ്, പ്രസിഡന്റ് ബേബി ജോർജ് എന്നിവർ ആശംസകൾ നേർന്നു. തൊടുപുഴ താലൂക്ക് വ്യവസായ ഓഫീസർ ബാബുരാജ് KK സ്വാഗതവും ഇളന്തേശം ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ രാജേഷ് VS നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വാഴക്കുളം സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. റവറൻ ഫാദർ ജോസ് മോനിപ്പിള്ളിൽ നേതൃത്വം നൽകി. ഫാദർ തോമസ് മക്കോളിൽ തിരുസ്വരൂപ പ്രതിഷ്ഠ, വിശുദ്ധ കുർബാന തുടങ്ങിയ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള അമ്പു പ്രദക്ഷിണങ്ങളും ഉണ്ടായിരുന്നു. വാഴക്കുളം സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ഫെബ്രുവരി 1-2 തീയതികളിൽ ആഘോഷിച്ചു. റവറൻ ഫാദർ ജോസ് മോനിപ്പിള്ളിൽ തിരുനാൾ കൊടിയേറ്റ് നടത്തി. തുടർന്ന് തിരുസ്വരൂപ പ്രതിഷ്ഠയും വിശുദ്ധ കുർബാനയും നടന്നു. രാവിലെ 9:30 വിശുദ്ധ കുർബാനയ്ക്ക് റവറൻ ഫാദർ തോമസ് മക്കോളിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള അമ്പ് പ്രദക്ഷിണങ്ങളും നടന്നു.
വൈകുന്നേരം ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് റവറൻ ഫാദർ സിൽജോ ആവണിക്കുന്നേൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ കുർബാന മധ്യേ റവറൻ ഫാദർ തോമസ് പുതുപ്പറമ്പിൽ സന്ദേശം നൽകി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണവും വാദ്യമേളങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു. പ്രധാന തിരുനാൾ ദിവസം നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് റവറൻ ഫാദർ സെബാസ്റ്റ്യൻ നെടുമ്പുറത്ത് മുഖ്യ കാർമ്മികത്വം നൽകി. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള അമ്പ് പ്രദക്ഷിണം പള്ളിയിലേക്ക് നടന്നു. റവറൻ ഫാദർ ജോസഫ് മണ്ണാർക്കാട്ട് സന്ദേശം നൽകി. തുടർന്ന് പ്രസുതേന്തി വാഴ്ചയും പട്ടണ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. കുന്നിലക്കാടൻസിന്റെ ഗാനമേളയും ഉണ്ടായിരുന്നു. വികാരി റവറൻ ഫാദർ ജോസഫ് കുഴികണ്ണിയിൽ, അസിസ്റ്റന്റ് വികാരിമാരായ റവറൻ ഫാദർ ജോസ് മോനിപ്പിള്ളിൽ, റവറൻ ഫാദർ സിറിൽ വള്ളംകുന്നേൽ, റവറൻ ഫാദർ മാത്യു എടാട്ട് എന്നിവർ തിരുനാളിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വാഴക്കുളം. NGO യൂണിയന്റെ നേതൃത്വത്തിൽ 4-ന് നടത്തുന്ന ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായി കാഷ്വൽ പാർട്ട് ടൈം ജീവനക്കാരുടെ കൺവെൻഷൻ സംഘടിപ്പിച്ചു. NGO യൂണിയൻ മന്ദിരത്തിൽ ചേർന്ന യോഗം ജില്ലാ സെക്രട്ടറി KK പ്രസുഭകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് CM ശരത്ത് അധ്യക്ഷത വഹിച്ചു. NGO യൂണിയൻ തൊടുപുഴ ഈസ്റ്റ് ഏരിയ സമ്മേളനം 4-ന് തൊടുപുഴ ടൗൺ ഹാളിൽ വെച്ച് സംഘടിപ്പിക്കും. ഇതിനു മുന്നോടിയായി കാഷ്വൽ പാർട്ട് ടൈം ജീവനക്കാരുടെ കൺവെൻഷൻ NGO യൂണിയൻ മന്ദിരത്തിൽ വെച്ച് നടത്തി. ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി KK പ്രസുഭകുമാർ നിർവഹിച്ചു. ഏരിയ പ്രസിഡന്റ് CM ശരത് അധ്യക്ഷനായി. ഓഫീസ് പ്രവർത്തനങ്ങൾക്ക് തടസ്സമില്ലാതെ മുഴുവൻ ജീവനക്കാർക്കും പങ്കെടുക്കാൻ കഴിയും വിധം അവധി ദിവസമായ ഞായറാഴ്ചയാണ് സമ്മേളനം ചേരുന്നതെന്നും അതിനാൽ എല്ലാവരും എത്തിച്ചേരണമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കൺവെൻഷനിൽ കാഷ്വൽ പാർട്ട് ടൈം ജീവനക്കാരുടെ പ്രശ്നങ്ങളും ചർച്ച ചെയ്തു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോബി ജേക്കബ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VSM നസീർ, ഏരിയ സെക്രട്ടറി PM ജലീൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള കോൺഗ്രസ് കർഷക യൂണിയൻ കഞ്ഞിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേര കർഷക സംഗമവും കർഷകരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം അബു ജോൺ ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കർഷകരെ സഹായിക്കൂ, കേരളത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യമുയർത്തി കേരള കോൺഗ്രസ് കർഷക യൂണിയൻ കഞ്ഞിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേര കർഷക സംഗമവും കർഷകരെ ആദരിക്കൽ ചടങ്ങും നടന്നു. ചുരുളിപ്പത്താൽ ജോയി പുതുപ്പറമ്പിലിന്റെ വസതിയിൽ നടന്ന പരിപാടിയിൽ കേരള കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം പ്രസിഡന്റ് ജോസ് മോഡിക്ക പുത്തൻപുരയിൽ അധ്യക്ഷനായി. കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം അബു ജോൺ ജോസഫ് യോഗം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ റബ്ബർ കൃഷി ചെയ്യുന്നവര്, നെൽകൃഷി ചെയ്യുന്നവര് എന്ന് വേണ്ട, ഹൈറേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏലം, കുരുമുളക്, ജാതി എന്ന് വേണ്ട സമസ്ത മേഖലകളിലും ഈ പറയുന്ന വിലത്തകർച്ച മൂലം കഷ്ടത അനുഭവിക്കുന്ന ഒരു വലിയ കാർഷിക സമൂഹമാണ് കേരളത്തിലുള്ളത്. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ടും ഇന്ന് ചെറുപ്പക്കാര് പുറം രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. കാർഷിക മേഖലയിലെ വിലത്തകർച്ച മൂലമാണ് കേരളത്തിലെ യുവജനങ്ങൾ അന്യനാട്ടിലേക്ക് പലായനം ചെയ്യുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അബു ജോൺ ജോസഫ് പറഞ്ഞു. മുൻ MP K ഫ്രാൻസിസ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. മുൻ MLA തോമസ് ഉണ്ണിയാടൻ കേരള കർഷക സന്ദേശം നൽകി. കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് കർഷകരെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ഷൈനി റജി, ഷൈനി സജി, കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോയി കൊച്ചുകരോട്ട്, വർഗീസ് വെട്ടിയാങ്കൽ, വർഗീസ് സക്കറിയ, ജോസ് മുണ്ടക്കാട്ട് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. നിരവധി കേരള കോൺഗ്രസ് പ്രവർത്തകരും പരിപാടിയുടെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, പഴയരിക്കണ്ടം. ഓൾ കേരള കോൺട്രാക്ട് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇടുക്കി കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. സംഘടനാ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഷാജഹാൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഓൾ കേരള കോൺട്രാക്ട് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായാണ് ഇടുക്കി കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ബില്ലുകൾ ഉടൻ നൽകുക, LSGD കരാറുകാരെ രക്ഷിക്കുക, റേറ്റ് റിവിഷൻ നടപ്പാക്കുക, PWD ലൈസൻസ് പുതുക്കൽ 3 ഇരട്ടി വർധന ഉടൻ പിൻവലിക്കുക, കേപ്പബിലിറ്റി സർട്ടിഫിക്കറ്റ് ഒഴിവാക്കുക, ധനകാര്യ പൊതുമരാമത്ത് മന്ത്രിമാർ നൽകിയ ഉറപ്പ് പാലിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. കരാറുകാരുടെ ബില്ലുകൾ ഉടൻ നൽകുക, കരാറുകാരുടെ ബില്ലുകൾ ഉടൻ നൽകുക, LSGD കരാറുകാരെ രക്ഷിക്കുക, LSGD കരാറുകാരെ രക്ഷിക്കുക. സംഘടന സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. കരാറുകാരെ മാത്രം സംരക്ഷിക്കുകയും ചെറുകിട കരാറുകാരെ ദ്രോഹിക്കുകയുമാണ് സർക്കാർ ചെയ്യുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ജില്ലാ പ്രസിഡന്റ് മനോജ് കറിയ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ കരീം മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് ജെയിൻ അഗസ്റ്റിൻ ആശംസയർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കോടതി ഉത്തരവ് അനുസരിച്ച് വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശത്ത് സ്ഥാപിച്ചിരിക്കുന്ന കൊടിതോരണങ്ങൾ മാറ്റാനുള്ള നിർദ്ദേശം. ഇതിന്റെ ഭാഗമായുള്ള സർവകക്ഷി യോഗം വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. ദേശീയ പാതയോരത്തെ ഫ്ലക്സ് ബോർഡുകൾ, പരസ്യ ബോർഡുകൾ കൂടാതെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ കൊടിത്തോരണങ്ങൾ എന്നിവ നീക്കം ചെയ്ത് എല്ലാ മാസവും 5-ാം തീയതി ആകുമ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പഞ്ചായത്ത് ഓഫീസിന് ലഭിച്ച ഉത്തരവിൻ പ്രകാരമാണ്
വണ്ടിപ്പെരിയാറിൽ വിവിധ രാഷ്ട്രീയ കക്ഷി സാമൂഹ്യ സാമുദായിക പ്രവർത്തകരുടെ സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടിയത്. ഇതിൽ പ്രധാനമായും പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നുള്ള ഭാഗത്ത് 11ഓളം കൊടികൾ വിവിധ രാഷ്ട്രീയ കക്ഷികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇത് നീക്കം ചെയ്യും. കൂടാതെ രാഷ്ട്രീയ കക്ഷികളുടെ പരിപാടികൾക്ക് 3 ദിവസം മുൻപ് മാത്രം കൊടിതോരണങ്ങൾ സ്ഥാപിക്കുകയും പരിപാടി കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് നീക്കം ചെയ്യുകയും വേണം. ഇതോടൊപ്പം പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിക്ഷേപത്തിനെതിരെ ഫൈൻ ഈടാക്കിക്കൊണ്ടുള്ള നടപടിയുണ്ടാകും. ഇതിനാവശ്യമായ ക്യാമറകൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടൗണിൽ സ്ഥാപിക്കും. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ കളക്ട് ചെയ്യുന്ന ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം ഊർജിതമാക്കാനും യോഗത്തിൽ തീരുമാനമായി. ഇന്ന് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വിപുലമായിട്ടുള്ള സർവകക്ഷി യോഗം നടന്നിരുന്നു. യോഗത്തിൽ നമ്മുടെ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻറ്റും നിലവിൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷനുമായിരിക്കുന്ന ശ്രീ ജി വിജയാനന്ദ്, വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് സെക്രട്ടറി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്നിവർ പങ്കെടുത്തിരുന്നു. സർവകക്ഷി യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാക്കന്മാർ പങ്കെടുത്തിരുന്നു. 2 അജണ്ടകളായിരുന്നു നമ്മൾ മുമ്പോട്ട് വെച്ചിരുന്നത്. ഒന്ന്, പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് മുൻപിലും ദേശീയപാതയുടെ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഭാഗത്തുമുള്ള കൊടിതോരണങ്ങൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടും 2, മാലിന്യ പരിപാലനം ശാസ്ത്രീയമായ രീതിയിൽ നടപ്പിലാക്കുന്നതിന് എല്ലാവരുടെയും സഹകരണം തേടുക. ഇത് 2മായിരുന്നു അജണ്ടകൾ. അതിൽ ആദ്യത്തേത് ദേശീയപാതയോര ഭാഗത്ത് വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിലുള്ള കൊടിതോരണങ്ങൾ മാറ്റുന്നതിന് എല്ലാ മാസവും ഈ മാസം 4-ാം തീയതിക്ക് മുമ്പ് നമ്മളത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും സമ്മതിച്ചിട്ടുണ്ട് മാറ്റാമെന്ന്. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ കോടതി ഉത്തരവ് മുഖാന്തരം എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പായിട്ട് ഇതിൻ്റെ വിവരങ്ങൾ കൈമാറി കോടതിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളത് കൊണ്ടും അത് വളരെ അടിയന്തര പ്രാധാന്യത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായതുകൊണ്ട് എല്ലാവരും അവരുടെ സഹകരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ ടൗൺ മുതൽ വാളാടി വരെയുള്ള ഭാഗത്തെ അനധികൃത പാർക്കിംഗ്, സ്ഥിരമായ വാഹന പാർക്കിംഗ് എന്നിവ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദേശീയപാത അധികൃതർക്കും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനും നോട്ടീസ് നൽകും. 4-ാം തീയതി കൊടിതോരണങ്ങൾ നീക്കം ചെയ്ത് 5-ാം തീയതി റിപ്പോർട്ട് സമർപ്പിക്കുകയും വേണം. ഇതിന്റെ ഭാഗമായി നടന്ന യോഗത്തിൽ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കൊളത്തെങ്കിൽ അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വിജയാനന്ദ് എന്നിവർ പ്രസംഗിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, സാമൂഹ്യ സാമുദായിക സംഘടനാ പ്രവർത്തകർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. അടുത്ത ദിവസം മുതൽ തന്നെ യോഗത്തിന്റെ തീരുമാനമനുസരിച്ചുള്ള നടപടികൾ ആരംഭിക്കാനാണ് ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയുടെ കൊലപാതകത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന മുൻ വണ്ടിപ്പെരിയാർ SHO TD സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു. കേസിൽ പോലീസ് അനാസ്ഥ കാട്ടിയെന്ന കോടതി വിധിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിലെ 6 വയസ്സുകാരിയുടെ കൊലപാതക കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന മുൻ വണ്ടിപ്പെരിയാർ SHO TD സുനിൽകുമാറിനെയാണ് കോടതി വിധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സസ്പെൻഡ് ചെയ്തത്. കേസ് അന്വേഷണത്തിൽ പോലീസ് അനാസ്ഥ കാട്ടിയെന്നും കേസ് അന്വേഷണത്തിൽ മതിയായ രേഖകൾ കണ്ടെത്തിയില്ല എന്നും പ്രതിയെ വെറുതെ വിട്ട കോടതി വിധിയിൽ പരാമർശിച്ചിരുന്നു. ഇതോടൊപ്പം അന്വേഷണ ഉദ്യോഗസ്ഥൻ പിറ്റേ ദിവസമാണ് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിലെത്തിയതെന്നും ഇതുകൊണ്ട് തന്നെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടുവെന്നും കോടതി വിധിയിൽ പറഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന അന്നത്തെ വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ കൂടിയായ TD സുനിൽകുമാറിന് ക്രമസമാധാന ചുമതലയുള്ള ADGP-യാണ് സസ്പെൻഷൻ ഓർഡർ നൽകിയിരിക്കുന്നത്. നിലവിൽ വാഴക്കുളം പോലീസ് സ്റ്റേഷൻ SHO ആണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട TD സുനിൽകുമാർ. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. അറക്കുളത്ത് യുവ കർഷകരെ ആദരിച്ചു. ഫുഡ് കോർപ്പറേഷൻ ഗോഡൌണിലെ ചുമട്ടുപണിക്ക് ശേഷം ചെയ്ത പച്ചക്കറി കൃഷിയിലൂടെ വൈറലായ ദിനുവിനെയും ബിനുവിനെയുമാണ് കിസാൻ സർവീസ് സൊസൈറ്റി ആദരിച്ചത്. ചടങ്ങ് KSS ജില്ലാ ട്രഷറർ അതുല്യ ബാബു ഉദ്ഘാടനം ചെയ്തു. ട്രഷറർ ലിബിൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. കിസാൻ സർവീസ് സൊസൈറ്റി അറക്കുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ യുവ കർഷകരെ ആദരിച്ചു. അറക്കുളം ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഫുഡ് കോർപ്പറേഷൻ ഗോഡൌണിലെ ചുമട്ടുപണിക്ക് ശേഷം ചെയ്ത പച്ചക്കറി കൃഷിയിലൂടെ വൈറലായ ദിനുവിനെയും ബിനുവിനെയുമാണ് ആദരിച്ചത്. സംഘടനാ ട്രഷറർ ലിബിൻ ജോസഫിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി KSS ജില്ലാ ട്രഷറർ അതുല്യ ബാബു ഉദ്ഘാടനം ചെയ്തു. ഈ 2 പേരെ ദിനുവിനെയും ബിനുവിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നതിനോടൊപ്പം അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാനും ഒരു ഗ്രൂപ്പായി ഇവിടെ ഒരു സംഘം രൂപീകരിക്കാനും അതിന് KSS നേതൃത്വം കൊടുത്തുകൊണ്ട് തന്നെ ഈ പ്രോത്സാഹനം കൊടുക്കുവാനും താല്പര്യപ്പെടുന്ന കാര്യം അറിയിക്കുന്നതിലും നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും സൊസൈറ്റിയുടെ പേരിൽ ചെയ്തു തരാം. അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ എല്ലാ ബുധനാഴ്ചയും 8 മണിക്കുള്ള ഗൂഗിൾ മീറ്റ് നിങ്ങൾ കയറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജയ് കിസാൻ എന്നൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ലിങ്ക് അയച്ചു തന്നിരിക്കും എല്ലാ ബുധനാഴ്ചയും. ആ ലിങ്കിൽ കൂടി നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ദേശീയ നേതൃത്വമായിട്ട് നേരിട്ട് സംസാരിക്കാം. നമ്മൾ ഇന്നലെ അറക്കുളം
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. പേരും പറയാം. അതിനുശേഷം പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവസാനം നമുക്ക് 8-15 തൊട്ട് ഏതാണ്ട് 9-30-35 വരെ ഇതിൻ്റെ അറിവുകൾ പകർന്നു തരുവാണ്. അർക്കുളം കൃഷി ഓഫീസർ സുജിത മോൾ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ ഒഴിവ് സമയങ്ങൾ വളരെ ഫലപ്രദമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിനും അത് കാർഷിക മേഖലയിൽ തന്നെ പ്രയോജനപ്പെടുത്താനും ഇവരെടുത്ത ദിൻചേട്ടനും എടുത്ത ഏറ്റവും വലിയൊരു എഫേർട്ടിന് ഏറ്റവും ആദ്യമായിട്ട് തന്നെ ഞാൻ കൃഷിഭവൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ആധുനിക കൃഷി രീതികളും സംഘകൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വിശദീകരിച്ചു. തുടർന്ന് മണിമല ദിനുവിനെയും മുള്ളുവേലിൽ ബിനുവിനെയും പൊന്നാടി അണിയിച്ച് ജില്ലാ ട്രഷററും കൃഷി ഓഫീസറും ആദരിച്ചു. കിസാൻ സർവീസ് സൊസൈറ്റി യൂണിറ്റ് പ്രസിഡന്റ് ജോസഫ് ജെ ഒലിക്കനും കമ്മിറ്റി അംഗം മനിയാനി ജോർജും കർഷകർക്ക് പണിയായുധങ്ങൾ നൽകി. ഇരു കർഷകരുടെയും കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. മാത്യു വേലംകുന്നേൽ, മാത്യു മഞ്ഞക്കുന്നേൽ, PH കബീർ, പ്രസാദ്, ജോസ്, PH ഇബ്രാഹിം എന്നിവർ ആശംസകൾ നേർന്നു. KSS യൂണിറ്റ് ജനറൽ സെക്രട്ടറി PA വേലുക്കുട്ടൻ സ്വാഗതവും കമ്മിറ്റി അംഗം റോബിൻ തട്ടാപ്പറമ്പിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അർക്കുളം. വിദ്യാർത്ഥികൾക്കായി ചരിത്ര അവശേഷിപ്പുകൾ സംരക്ഷിച്ച് ചാത്തമറ്റം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. 2 നൂറ്റാണ്ട് മുൻപ് പ്രദേശത്ത് നിന്നും പിടികൂടിയ വെള്ളാനയുടെയും ഇതുമായി ബന്ധപ്പെട്ട് റാണി ലക്ഷ്മിഭായ് കേണൽ മൺറോ സാഹിബിനയച്ച കത്തിന്റെ പകർപ്പ് ശിലാഫലക മാതൃകയിൽ വിദ്യാർത്ഥികൾക്കും ചരിത്ര അന്വേഷകർക്കുമായി സ്കൂൾ അങ്കണത്തിൽ സംരക്ഷിച്ചിരിക്കുകയാണ്. എറണാകുളം, ഇടുക്കി ജില്ലകൾ അതിർത്തി പങ്കിടുന്ന ചരിത്ര പ്രാധാന്യമേറിയ പ്രദേശമാണ് ചാത്തമറ്റം. ശാസ്താവുമറ്റം എന്ന പേര് ലോപിച്ചാണ് ചാത്തമറ്റമായതെന്നും രാജഭരണകാലത്ത് വലിയ ശ്രാദ്ധം നടന്നിരുന്ന പ്രദേശമായിരുന്നതിനാലാണ് ആ പേര് ലഭിച്ചതെന്നും പഴമൊഴി. ചാത്തമറ്റത്തിന് അക്ഷര വെളിച്ചം തെളിയിച്ച് പ്ലാറ്റിനം ജൂബിലി നിറവിൽ നിൽക്കുകയാണ് ചാത്തമറ്റം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. 200 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് സ്കൂളിൻ്റെ സുവർണ്ണ ജൂബിലിയോടനുബന്ധിച്ച് ചാത്തമറ്റത്ത് കിട്ടിയ വെള്ളാനയുടെ ചരിത്രം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ആനക്കൊട്ടിലൊക്കെ നിർമ്മിക്കുകയും അത് സമർപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1813 ചാത്തമറ്റത്ത് മുല്ലൻകുറ്റ് നീലകണ്ഠൻ അവരുടെ അദ്ദേഹത്തിൻ്റെ പറമ്പിൽ സ്ഥലത്തായിട്ട് ഒരു വലിയ കുഴി തീർത്തു. അപ്പോൾ ഈ കുഴിയിൽ രാത്രിയിൽ ഒരു ആന വീണു. ഈ ആനയുടെ കണ്ണും അതുപോലെ ശരീരമൊക്കെ നല്ല വെളുപ്പ് നിറമാണ്. അപ്പോൾ ഇത് വാർത്ത ശ്രദ്ധ നേടുകയും തോമസ് മൺറോ സാഹിബ് അദ്ദേഹമായിരുന്നു ആ പ്രദേശത്തിൻ്റെ കേണലായിട്ട് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു വന അതിർത്തിയുമായി ബന്ധപ്പെട്ടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന റാണി ലക്ഷ്മിഭായ് ആ കാര്യം ബന്ധപ്പെട്ട് ഇങ്ങനെ ആനയെ കിട്ടിയിട്ടുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട് മറ്റ് തർക്കങ്ങളൊന്നും ഇല്ല എന്നും അതിനെ സ്വീകരിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് തോമസ് മൺറോ സാഹിബിന് നൽകുകയുണ്ടായി. അതിൻ്റെ അതേ കൈപ്പടയിലുള്ള അതേ ലിപിയിലുള്ള ഒരു ശിലാലിഖിതമാണ് ചാത്തമറ്റത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 211 വർഷം ആവുകയാണ്. മാത്രവുമല്ല സ്കൂളിനെ സംബന്ധിച്ച് പ്ലാറ്റിനം ജൂബിലി വർഷം കൂടിയാണ്. ഈ വെള്ളാനയുടെ ചരിത്രം സ്കൂളിൻ്റെ ലോഗോയിൽ ആ വെള്ളാനയുടെ രൂപമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ചാത്തമറ്റത്തിൻ്റെ ഒരു ലാൻഡ്മാർക്കാണ്. അപ്പോൾ ഏറെ ഐതിഹ്യങ്ങൾ ഉണരുന്ന ഒരു ഗ്രാമം കൂടിയാണ്. ജൂബിലി വർഷത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ചാത്തമറ്റം. അനേകം പ്രഗത്ഭരെ വാർത്തെടുത്ത ചാത്തമറ്റം സ്കൂളിൻ്റെ സുവർണ്ണ ജൂബിലി അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് സുവർണ്ണ ജൂബിലി പൂർത്തീകരിച്ചതിന് ശേഷം പ്ലാറ്റിനം ജൂബിലിക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സ്ഥാപനം നമുക്കൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. പ്രദേശത്തു നിന്നും ലഭിച്ച ചരിത്ര അവശേഷിപ്പുകളുടെ മാതൃകകൾ സ്കൂൾ അങ്കണത്തിൽ വിദ്യാർത്ഥികൾക്കും ചരിത്ര അന്വേഷികൾക്കുമായി സംരക്ഷിച്ചിരിക്കുകയാണ്. ഏകദേശം 200 വർഷങ്ങൾക്ക് മുൻപ് ചാത്തമറ്റം പുല്ലൻകുറ്റ് നീലകണ്ഠന്റെ പുരയിടത്തിലെ കുഴിയിൽ ഒരു വെള്ള കൊമ്പനാന വീഴുകയും ഇതുമായി ബന്ധപ്പെട്ട് റാണി ലക്ഷ്മിഭായ് കേണൽ മൺറോ സാഹിബിന് അയച്ച കത്തിന്റെ പകർപ്പിലെ വിവരങ്ങളും പഴയ മലയാള ലിപിയിൽ ശീലലൈഖിതമായും വെള്ളാനയ്ക്കായി നിർമ്മിച്ച ആനക്കൊട്ടിലിന്റെ മാതൃകയുമാണ് സ്കൂളിൽ സംരക്ഷിച്ചിരിക്കുന്നത്. തൊടുപുഴ ചിറ്റൂർ തന്നിട്ടാമാക്കൽ ലൂക്ക വർക്കിയുടെ മക്കളും കൊച്ചുമക്കളും കൂടി പാവപ്പെട്ടയാൾക്ക് വീട് നിർമ്മിച്ചു നൽകി. ലൂക്ക വർക്കിയുടെ 100ാം ജന്മദിനാഘോഷത്തോട് അനുബന്ധിച്ചായിരുന്നു വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനമെടുത്തത്. ചിറ്റൂർ ജോസ് വിട്ടിക്കുന്നേലിനാണ് വീട് നിർമ്മിച്ചു നൽകിയത്. ഭവനത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. 4 രാവിലെ 11 മണിക്ക് താക്കോൽ ദാനം നിർവഹിക്കും. അരുൺ അരുക്കുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്. തൊടുപുഴ ചിറ്റൂർ തന്നിട്ടാമാക്കൽ ലൂക്ക വർക്കിയുടെ 100ാം ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് മക്കളും കൊച്ചുമക്കളും കൂടി പാവപ്പെട്ട ഒരാളെ തിരഞ്ഞെടുത്ത് വീട് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് ചിറ്റൂർ ജോസ് വീട്ടിക്കുന്നേലിന് വീട് നിർമ്മിച്ചു നൽകിയത്. അപ്പച്ചയുടെ 100ാം ബർത്ത്ഡേ പ്രമാണിച്ച് മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടി ഭവനമില്ലാത്തവർക്ക് വേണ്ടി ഒരു ഭവനം പണിത് കൊടുക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ നമ്മുടെ അയൽവക്കത്തുള്ള പഴയ വീട്ടിക്കുന്നേൽ ജോസ് എന്ന് പറഞ്ഞ ഒരാൾക്ക് ഒരു ഭവനം പണിത് കൊടുക്കാൻ തീരുമാനിച്ച് ആ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ച് ഞായറാഴ്ച 4ാം തീയതി ഫെബ്രുവരി 4ാം തീയതി ഞായറാഴ്ച അത് വെഞ്ചരിച്ച് എൻ്റെ താക്കോല് ജോസിനെ ഏൽപ്പിക്കുകയാണ്.
4 രാവിലെ 11 മണിക്ക് ഇടവക വികാരി ഫാദർ ടോജിൻ കല്ലർക്കൽ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കും. മണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ടോണി കുര്യാക്കോസിന്റെ സാന്നിധ്യത്തിൽ ഫാദർ ജോസഫ് അടപ്പൂര് താക്കോൽദാന കർമ്മം നിർവഹിക്കും. തന്നിട്ടമക്കൾ കുടുംബാംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, മണക്കാട്. ഈ വരുന്നയാളാണ് അശോകൻ. തൊടുപുഴയിൽ 40 വർഷമായി തയ്യൽ ജോലി ചെയ്തു വരുന്നു. സ്ട്രോക്ക് എന്ന രോഗത്തോട് പൊരുതി ജീവിതം കരുപിടിപ്പിക്കാനുള്ള അതിജീവനത്തിന്റെ പാതയിലാണ് ഇദ്ദേഹം. അരുൺ അഴിക്കുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്. തൊടുപുഴയിൽ 40 വർഷമായി തയ്യൽ ജോലി ചെയ്തു വരുന്ന ആളാണ് അശോകൻ. കൂടാതെ ബാംഗ്ലൂരിലെ വിവിധ കമ്പനികളിൽ എക്സ്പോർട്ടിംഗ് പ്രൊഡക്ഷൻ മാനേജരായും ജോലി ചെയ്തു വരികയായിരുന്നു. അതിനിടെയാണ് സ്ട്രോക്ക് എന്ന മാരക രോഗം പിടിപെട്ടത്. സമ്പാദ്യമെല്ലാം ട്രീറ്റ്മെന്റിനായി ചെലവഴിച്ചതിനാൽ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഇദ്ദേഹം. തൊടുപുഴയിൽ അശോക ഗാർമെന്റ്സ് എന്ന തയ്യൽ സ്ഥാപനം നടത്തി ജീവിതം ഒന്നു മുതൽ കരുപിടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹം. എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ പ്രൊഡക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്ട്രോക്ക് വന്നതിന് ശേഷം ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വീണ്ടും തിരിച്ച് തൊടുപുഴ വന്ന് ഇപ്പോൾ ടൈലറിങ് സംബന്ധമായ യൂണിഫോമുകൾ, റെഡിമെയ്ഡ് ഷർട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിതം അതിജീവനത്തിൻ്റെ പാതയിലാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാ ഡ്രസ്സുകളും ചെയ്യാൻ എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എല്ലാ വർക്കുകളും ചെയ്യും. ലേഡീസ് ആൻഡ് ജെൻസ് യൂണിഫോമുകൾ, എല്ലാവിധ യൂണിഫോമുകൾ, ഇസ്രായേൽ പോലീസിൻ്റെ യൂണിഫോം ഞാൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് ഞാൻ അതാണ് ചെയ്തത്. എല്ലാവിധ ഗാർമെന്റ്സ് ജോലികളും യൂണിഫോമുകളും അശോക ഗാർമെന്റ്സ് എന്ന തയ്യൽ സ്ഥാപനത്തിൽ ചെയ്തു കൊടുക്കും. കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷനിൽ അക്ഷയയുടെ സമീപത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ 2024-2025 ബഡ്ജറ്റ് അവതരിപ്പിച്ചു. മില്ലർ ഗ്രാമം പദ്ധതിക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ടാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി, ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. മാലിന്യ നിർമ്മാർജ്ജനത്തിനും കാർഷിക മേഖലയ്ക്കും പ്രത്യേക പരിഗണന നൽകി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 2024-25 ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ ആമുഖ പ്രസംഗം നടത്തി. പ്രാരംഭ ബാക്കി ഉൾപ്പെടെ 18,66,00,000 രൂപ വരവും 18,65,00,000 രൂപ ചെലവും 1,41,00,000 രൂപ നീക്കി ബാക്കിയുള്ള ബഡ്ജറ്റാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. 24-25 വാർഷിക പദ്ധതി പഞ്ചായത്ത് നടപ്പാക്കുന്ന സുപ്രധാന ചില തീരുമാനങ്ങൾ ഇവിടെ ചുവടെ ചേർക്കുകയാണ്. എറണാകുളം ജില്ലയിൽ ആദ്യമായി ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് FST, മനുഷ്യ വിസർജം ട്രീറ്റ് ചെയ്യുന്ന 50 KLD പ്ലാന്റാണ് വാരപ്പെട്ടി പഞ്ചായത്തിൽ സ്ഥാപിക്കാൻ പോകുന്നത്. പഞ്ചായത്തിൻ്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് സർക്കാരിൽ നിന്നും 70 സെൻറ്റ് സ്ഥലം ഇതിനായി ലഭ്യമായിട്ടുണ്ട്. 8 കോടി രൂപയാണ് അതിൻ്റെ ചെലവ് വരുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റും ശുചിത്വ മിഷനും ത്രിതല പഞ്ചായത്തും കൂടി ആണ് ഇതിൻ്റെ ഫണ്ട് ചെലവഴിക്കുന്നത്. ഈ സാമ്പത്തിക വർഷം തന്നെ അതിൻ്റെ പണി പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനാണ് പഞ്ചായത്ത് കമ്മീഷനോട് ആഗ്രഹിച്ചത്. 1,40,21,206 രൂപ പ്രാരംഭ ബാക്കിയും 18,66,03,133 രൂപ വരവും 18,64,89,500 രൂപ ചെലവും നീക്കി ബാക്കി 1,41,39,831 രൂപയുള്ള മിച്ച ബഡ്ജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അവതരിപ്പിച്ചു. പ്രാരംഭ ബാക്കി 1,40,41,206 രൂപയും താൻവർഷ വരവ് 18,66,03,133 രൂപയും ഉൾപ്പെടെ ആകെ 20,06,24,339 രൂപ വരവും ആകെ 18,64,89,500 രൂപ ചെലവും നീക്കി ബാക്കി 1,41,34,839 രൂപ മിച്ചവും വരുന്ന ബഡ്ജറ്റാണിത്. അക്കൗണ്ടന്റ്, ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ, മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, CDS ചെയർപേഴ്സൺ, നിർവഹണ ഉദ്യോഗസ്ഥർ, സ്ഥാപന മേധാവികൾ എന്നിവർ നേതൃത്വം നൽകി. പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ, വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS ബെന്നി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ഷാജു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM സെയ്ദ്, സെക്രട്ടറി MM ഷംസുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും തൊടുപുഴ താലൂക്ക് വ്യവസായ ഓഫീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
തൊടുപുഴയിൽ വെച്ച് താലൂക്ക് തല നിക്ഷേപ സംഗമം നടത്തി. NGO യൂണിയന്റെ നേതൃത്വത്തിൽ 4-ന് നടത്തുന്ന ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായി കാഷ്വൽ പാർട്ട് ടൈം ജീവനക്കാരുടെ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് കർഷക യൂണിയൻ കഞ്ഞിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേര കർഷക സംഗമവും കർഷകരെ ആദരിക്കൽ ചടങ്ങും നടത്തി. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയുടെ കൊലപാതകത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന മുൻ വണ്ടിപ്പെരിയാർ SHO TD സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തു. അറക്കുളത്ത് യുവ കർഷകരെ ആദരിച്ചു. ഫുഡ് കോർപ്പറേഷൻ ഗോഡൌണിലെ ചുമട്ട് പണിക്ക് ശേഷം ചെയ്ത പച്ചക്കറി കൃഷിയിലൂടെ വൈറലായ ദിനുവിനെയും ബിനുവിനെയുമാണ് കിസാൻ സർവീസ് സൊസൈറ്റി ആദരിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.